പണ്ട് ഇതിൻ്റെ ഫ്രണ്ടിൽ കൂടിയൊക്കെ ഇങ്ങനെ പാസ് ചെയ്യുമ്പോൾ എപ്പോഴെങ്കിലും ഇവിടെ കയറണമെന്ന കാര്യമുണ്ടായിരുന്നു. പക്ഷേ എനിക്കത് സാധിച്ചു, സന്തോഷം. അതിന് സിനിമ സംവിധാനം ചെയ്യേണ്ട ഒരു ഭാഗ്യം ലഭിച്ചു. തീർച്ചയായിട്ടും എനിക്ക് കിട്ടിയ ഭാഗ്യങ്ങളിലൊന്നാണ് ഒരു സിനിമ സംവിധായകനായ. അത് ആഗ്രഹമായിരുന്നു. ദൈവം അനുഗ്രഹം കൊണ്ട് ഇന്ന് അത് സാധിച്ചതിൽ ഒരുപാട് സന്തോഷം ദൈവത്തിനും പ്രേക്ഷകർക്കും. പിന്നെ ഞങ്ങളുടെ വൺസ് അപ്പോൺ എ ടൈം ഇൻ കൊച്ചി എന്ന് പറയുന്ന സിനിമയിൽ വരുന്ന 23-ാം തീയതി വേൾഡ് വൈഡ് റിലീസ് ചെയ്യപ്പെടുകയാണ്. അതിനകത്ത് നേരത്തെ പറഞ്ഞ പോലെ ഞങ്ങളുടെ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ ഒരു പുതിയ താരോദയം ആ സിനിമയിലുണ്ട്. മുബിൻ റാഫി, നമ്മുടെ സ്ക്രിപ്റ്റ് റൈറ്റർ റാഫിക്കാരുടെ മകനാണ്. റാഫി മക്കാട്ടിൻ ആ ടീമിൻ്റെ റാഫി, അദ്ദേഹത്തിൻ്റെ സൂപ്പർ ഹിറ്റ് സിനിമകളാണ് പഞ്ചാബി ഹൗസ്, തെങ്കാശി പട്ടണം, അങ്ങനെ തുടങ്ങിയ ഒത്തിരി സിനിമകൾക്ക് തിരക്കഥ എഴുതിയ റാഫി സാറിൻ്റെ സ്ക്രിപ്റ്റിലൊരു സിനിമ ചെയ്യുക എന്ന് പറയുന്നത് എൻ്റെ ഒരു സ്വപ്നമായിരുന്നു. അത് ഈ സിനിമയിലൂടെ സാക്ഷാത്കരിച്ചിരിക്കുകയാണ്. പിന്നെ നമ്മളുടെ എല്ലാം പ്രിയപ്പെട്ട അശോകൻ ചേട്ടൻ, ഹരിശ്രീ അശോകൻ ചേട്ടൻ്റെ മകൻ അർജുൻ അശോകൻ, പിന്നെ ശിവജിത്ത് തെലുങ്ക് സിനിമകളിലും കന്നഡ, തമിഴ് തുടങ്ങിയ സിനിമകളിലൊക്കെയാണ് കൂടുതൽ വില്ലനായിട്ട് തിളങ്ങിയിട്ടുള്ളത്. ഇപ്പോൾ നമ്മൾ നേരെ മലയാളിയാണ് കേട്ടോ, മലയാളം വേറെ കുഴപ്പമൊന്നുമില്ല, മലയാളിയാണ് അദ്ദേഹം. നമ്മൾ ഈ സിനിമയിൽ ഒരു ശക്തമായിട്ടുള്ള കഥാപാത്രം ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ സിനിമ സംഭവിക്കാൻ കാരണക്കാരനായിട്ടുള്ള സൈലക്സ് അബ്രഹാം ഉണ്ട്. പിന്നെ ധന റാസിഖ്. ഞാൻ ഈ സിനിമയിൽ സംഗീത സംവിധായകരെ, അതായത് ഹിഷാം അബ്ദുൽ വഹാബാണ് മ്യൂസിക് ഡയറക്ഷൻ ചെയ്തിരിക്കുന്നത്. അദ്ദേഹമാണ് അതിൻ്റെ പശ്ചാത്തല സംഗീതവും ഒരുക്കിയിരിക്കുന്നത്, റീ റെക്കോർഡിങ്. ഇതിനകത്ത് ഒരു പാട്ട് ഞാൻ മ്യൂസിക് ചെയ്തിട്ടുണ്ട്. അത് ഈ കഴിഞ്ഞ ദിവസം റിലീസ് ചെയ്തതാണ്. അതിൽ ഹരിശങ്കറും പിന്നെ ഒരു പുതിയ ഗായിക ധന റാസിഖ്, ഇവർ രണ്ടുപേരും ചേർന്നാണ് പാടിയത്. പിന്നെ വേറെ ഒന്നുമില്ല, കാരണം സിനിമ എന്ന് പറയുന്നത് ഇഷ്ടപ്പെടുന്നതും അത് അംഗീകരിക്കുക എന്ന് പറയുന്നതൊക്കെ നിങ്ങളൊക്കെ തന്നെയാണ്. ഇനി നിങ്ങളുടെ കൈകളിലാണ് ഞങ്ങളുടെ സ്വപ്നങ്ങൾ. ആ സ്വപ്നങ്ങൾ നിങ്ങൾ സാക്ഷാത്കരിച്ച് തരണം. ഈ സിനിമയെ എല്ലാവരും തിയേറ്ററിൽ പോയി കാണണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. താങ്ക് യു സോ മച്ച്. We would like to invite our new hero, Mubin Rafi, to speak a few words on his experience regarding the movie and what he's expecting out of it. എല്ലാവർക്കും നമസ്കാരം. എനിക്ക് ഭയങ്കര ആത്മാർത്ഥത ഉള്ള കോളേജാണിത്. കാരണം ഞാൻ എപ്പോൾ ഇവിടെ കൂടി പാസ് ചെയ്താലും എൻ്റെ അകത്തോട്ട് നോക്കി നിങ്ങളൊക്കെ ഓക്കെ ആണോ എന്നൊക്കെ ഉറപ്പുവരുത്തിയിട്ട് ഇവിടെ നിന്ന് പോകാറുണ്ട്. അപ്പം എൻ്റെ ലൈഫിൽ ആദ്യമായിട്ട് ഞാൻ ഗസ്റ്റായിട്ട് വന്നത് ഈ കോളേജിലായതുകൊണ്ട് എനിക്ക് ഭയങ്കര ഒരുപാട് സന്തോഷം. ഐ ഫീൽ പ്രൗഡ്. പിന്നെ ഞങ്ങളുടെ സിനിമയുടെ പ്രൊമോഷൻസ് ഇന്നാണ് ഒഫീഷ്യലി സ്റ്റാർട്ട് ചെയ്യുന്നത്. അതും ഇവിടെ നിന്നായതിൽ ഒരുപാട് സന്തോഷം. പിന്നെ ഇത്രയൊക്കെ ഞാൻ പറഞ്ഞതുകൊണ്ട് നാശിക പറയണത് എല്ലാവരും കൊണ്ട് നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി ഞാൻ ആദ്യമായിട്ട് വയ്ക്കുന്ന ഒരു ഹെൽപ്പാണ്. 23rd സിനിമ റിലീസാവും. ഉറപ്പായിട്ടും നിങ്ങൾ പോയി പടം കാണണം. 23rd 24th 25th ഉണ്ടായാൽ മതി. കണ്ടിട്ട് ഡെഫിനറ്റ്ലി തിയേറ്ററിൻ്റെ അകത്തുനിന്ന് ഒരു ഫോട്ടോ, നിങ്ങളുടെ സെൽഫിയോ അല്ലെങ്കിൽ എന്തെങ്കിലും സ്ക്രീനിൻ്റെ ഒരു ഫ്രെയിമോ ക്ലിക്ക് ചെയ്തിട്ട് ഞങ്ങൾക്ക് അയക്കണം. തീർച്ചയായിട്ടും ഞങ്ങൾ റിപ്ലൈ തരും. നിങ്ങളുടെ ആ ഒരു ഫീഡ്ബാക്ക് അറിയാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ വെയിറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ വന്നതിലും നിങ്ങളെല്ലാവരും കണ്ടതിലും ഒരുപാട് സന്തോഷം. താങ്ക് യു സോ മച്ച്. താങ്ക് യു സർ. സോ നെക്സ്റ്റ് നമ്മൾ ഇത്രയും നേരം എല്ലാവരും വെയിറ്റ് ചെയ്തിരുന്ന ഒരാളാണ് നമ്മൾ ഇൻവൈറ്റ് ചെയ്തത്. സോ നമുക്കറിയാം രോമാഞ്ചത്തിലും അങ്ങനത്തെ കുറേ മൂവീസിലൊക്കെ നമ്മുടെ ഫേവറേറ്റ് റോളാണ്. സോ ഇറ്റ്സ് നൺ അതർ ദാൻ അരുൺ സർ. ഹലോ, ഹാപ്പി വാലന്റൈൻസ് ഡേ. അത് ഇത്രയൊരു ഈ കോളേജിൽ വന്നിട്ട് വാലന്റൈൻസ് വിഷ് കൊടുത്തില്ലെങ്കിൽ മോശമല്ലേ, എല്ലാവരും എന്ത് വിചാരിക്കും. അപ്പോൾ വാലന്റൈൻസ് ഡേക്ക് തന്നെ STCയിൽ വരാൻ പറ്റി.
ഇത്രയും വർഷങ്ങളോളം വാലന്റൈൻസ് ഡേക്ക് സ്റ്റേജിയുടെ മുമ്പിൽ കൂടി നടക്കുമ്പോൾ ഒരു കാലം അങ്ങോട്ട് എടുത്ത് വെക്കാൻ പോലും ഒരു ഭാഗ്യം ഉണ്ടായില്ല. ഇതിപ്പോൾ ഗസ്റ്റായിട്ട് ഇങ്ങോട്ട് വാന്നൊരു വിളിച്ചിട്ടുണ്ട്, ഒരു സന്തോഷം. അപ്പോൾ ഈ വരുന്ന 23-ാം തീയതി ഞങ്ങളുടെ പടം റിലീസാകുകയാണ്, വൺസ് അപ്പോൺ എ ടൈം ഇൻ കൊച്ചി. ഇപ്പോൾ മുബിൻ ലീഡായിട്ട്, ഞാൻ സെക്കൻഡ് ലീഡായിട്ടൊക്കെ വരുന്നുണ്ട്. അപ്പോൾ നാദിഷിക്കയുടെ പടത്തിൽ വർക്ക് ചെയ്യാൻ പറ്റിയ വലിയ ഭാഗ്യം. കാരണം ചെറുപ്പം തൊട്ട് നമ്മൾ കണ്ടു വളർന്ന ഒരാളാണ് നാദിഷിക്ക. അച്ഛൻ്റെ വളരെയധികം അടുത്ത സുഹൃത്താണ്. ഇഷാം അബ്ദുൾ വഹാബ് ദർശന. നമസ്കാരം. ഇത്ര ഇൻവൈറ്റ് ചെയ്ത് മോശം. അപ്പോൾ അങ്ങനെയാണ്. അപ്പോൾ ഈ പടം എല്ലാവരും തിയേറ്ററിൽ പോയി കാണണം, ഇഷ്ടപ്പെടും എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ താങ്ക് യു സോ മച്ച്, ലവ് യു ഓൾ. ഹായ്, എല്ലാവർക്കും നമസ്കാരം. കുറച്ച് വൈകിയാണ് എത്തിയത്. ഒത്തിരി സന്തോഷം നാർഷാഖാൻ്റെ സിനിമ വൺസ് അപ്പോൺ എ ടൈം കൊച്ചിയിൽ ഭാഗമാകാൻ കഴിഞ്ഞാൽ, ഇതിൽ മ്യൂസിക് ചെയ്യാൻ കഴിഞ്ഞാൽ. അതിൽ ഏറ്റവും വലിയ സന്തോഷം അവസാനം സെൻറ്റ് തെരേസാസ് കോളേജിൻ്റെ അകത്ത് കയറി. അപ്പോൾ ഒരുപാട് സന്തോഷമുണ്ട്. നിങ്ങളെല്ലാവരും ഈ സിനിമ റിലീസാകുമ്പം വന്ന് കാണണം. എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയി കാണണം. താങ്ക് യു ഫോർ ഓൾ ദ സപ്പോർട്ട്. ഇന്ന് നമ്മുടെ അർജുൻ സാറും മുബിൻ സാറും വാലന്റൈൻ ഒന്നും ഇല്ലാതെ ഇരിക്കുക. ഞങ്ങളെ സാറിനൊന്നും വിളിക്കണ്ട, പേര് വിളിച്ചാൽ മതി. അർജുൻ, മുബിൻ. കേട്ടില്ലേ? അർജുൻ സാറിന് വിളിക്കേണ്ട, അർജുൻ മാത്രമേ വിളിച്ചാൽ മതി. സോ നമ്മളിപ്പോ ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റിയാ തരുന്നത്. ആദ്യം വരുന്നത് 4-5 പേർക്ക് we can give you flowers, you can give him directly. നേരിട്ട് വന്ന് സ്റ്റേജിൽ വന്ന് കൊടുക്കാം. സോ ഓടി ഒരു 4-5 പേര് ഓടി വന്ന നേരെ വന്ന് കൊടുക്കാം. കം ഫാസ്റ്റ് ഓടിയാ. ഒരു 3 പേര് കൂടി വരാനുള്ള ഗ്യാപ്പ് ഉണ്ട്. ഓടിയാ. മുബിൻ സാറിനും അർജുനും. Happy Valentine's Day from Century Sus. നമ്മൾ ഈ മൂവിയുടെ മ്യൂസിക് കല്യാണപ്പാട്ട് നമ്മൾ റിലീസ് ചെയ്യാൻ പോവാണ്. We would like to invite Srijit sir to speak a few words. നമസ്കാരം. ഹാപ്പി വാലന്റൈൻസ് ഡേ. ഒരു വലിയ സന്തോഷം എന്ന് പറഞ്ഞാൽ ആദ്യമായിട്ടാണ് എനിക്ക് ഒരു വാലന്റൈൻസ് ഡേ എന്നൊരു എന്താ പറയുക ഒരു റോസപ്പ് എനിക്ക് കിട്ടുന്നത്. ഭയങ്കര സന്തോഷം. പ്രണയങ്ങൾ ഒരുപാട് ഉണ്ടായിട്ടുണ്ട്, ഇല്ല എന്നല്ല, പക്ഷേ ഇങ്ങനെ ഒരു സംഭവം കിട്ടുന്നത് ആദ്യമായിട്ടാണ്. അതുകൊണ്ടാണ് ഞാൻ ഇതിങ്ങനെ കൂടെ കൊണ്ടു നടക്കുന്നത്. താങ്ക് യു സോ മച്ച്. അപ്പം ഈ വരുന്ന 23-ാം തീയതി ഞങ്ങളുടെ പടം റിലീസാണ്. Once upon a time in Hollywood, once upon a time in America, once upon a time in Brooklyn, once upon a time in Mexico, once upon a time in India, once upon a time in Mumbai. അങ്ങനെ once upon a time സ്റ്റാർട്ട് ചെയ്യുന്ന ഒരുപാട് മൂവീസ് ഇറങ്ങിയിട്ടുണ്ട്, more than 30 മൂവീസ്. അതുപോലെ തന്നെ now once upon a time in Kochi 23-ാം തീയതി
അപ്പോൾ എല്ലാവരും തിയേറ്ററിൽ പോയിട്ട് വാച്ച് ചെയ്യണം, ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം. സന്തോഷം, നിങ്ങളെല്ലാവരും കാണാൻ കഴിഞ്ഞതിൽ സന്തോഷം. താങ്ക് യു സോ മച്ച്. താങ്ക് യു. Chiri, if you can please come from our side, I request that. ഹലോ. അപ്പോൾ മാനേജ്മെൻറ്റ് ഫെസ്റ്റിന് നടത്തുന്ന മാനേജ്മെൻറ്റ് ഫെസ്റ്റിന് ഓൾ ദ വെരി ബെസ്റ്റ് വിഷസ്. അപ്പോൾ എല്ലാവരും മറക്കണ്ട, ഫെബ്രുവരി 23 വൺസ് അപ്പോൺ എ ടൈം ഇൻ കൊച്ചി റിലീസാവുക. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു 100% വിശ്വസിക്കുന്നു. അപ്പോൾ എല്ലാവരും പടം കണ്ടിട്ട് ഞങ്ങളെല്ലാവരും റിവ്യൂ അറിയിക്കുക. പിന്നീട് അങ്ങോട്ട് പോകുന്ന പടങ്ങളിൽ തെറ്റുകളുണ്ടെങ്കിൽ തിരുത്താം, നല്ലതാണെങ്കിൽ ഇനിയും ശരിയാക്കാൻ ശ്രമിക്കാം. താങ്ക് യു സോ മച്ച്. അപ്പോൾ ശരി, വേറൊരു കാര്യം കൂടി പറഞ്ഞോട്ടെ. വേണ്ട, അവൻ സസ്പെൻസ് ഒക്കെ വിളിച്ച് പറയും. വേണ്ട, അവൻ എന്താ പറയാൻ പോണെന്ന് ഒരു പിടിയില്ല, അതുകൊണ്ടാ.